ഹായ് വെൽക്കം ബാക്ക്. അനാവശ്യമായിട്ടുള്ള മോട്ടിവേഷനുകളോ വലിച്ചു നീട്ടലുകളോ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോയുടെ അജണ്ട വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂരിഭാഗം പേരുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അത് ഓണം എക്സാമിനെ കുറിച്ചുള്ളതായിരിക്കും. നിങ്ങളുടെ ടെൻഷൻ എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ചുള്ളതായിക്കോട്ടെ, ബാക്കിയുള്ള സബ്ജക്റ്റുകളെ കുറിച്ചുള്ളതായിക്കോട്ടെ. നിങ്ങൾ സ്വതവേ ഇംഗ്ലീഷിന് നല്ലപോലെ മാർക്ക് മേടിക്കുന്നവരായിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ, സ്വതവേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ, ഒരൊറ്റ കാര്യമേ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ടേം ഇംഗ്ലീഷ് എക്സാമിനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തെടുക്കണം. വളരെ കുറഞ്ഞ സമയം എന്ന് പറയുമ്പോൾ ഒരു നേർവഴി അല്ലാതെ കുറച്ച് വളഞ്ഞ് നമ്മൾ പോകേണ്ടി വരും. എന്ന് വെച്ചാൽ കോപ്പി അടിക്കണമെന്നല്ല, അല്ലാതെയും കുറച്ച് വഴികളുണ്ട്. സോ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ഡെപ്ത് ആണ്. ഡെപ്ത് എന്ന് വെച്ചാൽ എന്താ? ഡെപ്ത് എന്ന് വെച്ചാൽ ആഴം എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. സോ നമ്മളൊരു കുളത്തിലേക്കോ പുഴയിലേക്കോ ചാടുന്ന സമയത്ത്, അല്ലെങ്കിൽ നീന്താൻ പോകുന്ന സമയത്ത്, നീന്താൻ അറിയുന്നവരായിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ, സ്വതവേ അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ചെയ്യാറുള്ള എന്താ? അതിന്റെ ഒരു ആഴം എത്രത്തോളാണെന്നുള്ളത് മനസ്സിലാക്കും. നിങ്ങൾ ഇംഗ്ലീഷ് എക്സാമിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ പൊതുവെ ലാംഗ്വേജ് എക്സാമിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് പറയുമ്പോൾ ചാപ്റ്ററിന്റെ പേരുകൾ മാത്രമല്ല, ആ ചാപ്റ്ററിന്റെ ലെങ്ത് കൂടെ നമ്മുടെ മനസ്സിൽ വേണം. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കൂടെ നമ്മുടെ മനസ്സിൽ വേണം. കാരണം എല്ലാ ചാപ്റ്റേഴ്സിനും നമ്മൾ ഈക്വൽ വെയിറ്റേജ് അല്ല. നിങ്ങൾ കഴിഞ്ഞ വർഷത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഈക്വലി അല്ല ക്വസ്റ്റ്യൻ വരുന്നത്. സോ അതിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആദ്യം വേണം. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. 2 യൂണിറ്റിൽ നിന്ന് ഏകദേശം 1, 2, 3, 4, 5, 6, 7 ചാപ്റ്ററുകളാണ്. ഇത് 2 വേണ്ട, ലാംഗ്വേജ് എലമെന്റ്സ് വേണ്ട. സോ ഇത്രയും ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4, 3, 7 ചാപ്റ്ററുകൾ. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് നോക്കാം. എന്തൊക്കെ ചാപ്റ്ററുകൾ വരുന്നുണ്ട് നോക്കാം. 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു സ്പീച്ച് പഠിക്കാനുണ്ട്. എനി വുമൻ എന്ന് പറയുന്ന ഒരു പോയം, ഹൊറിഗല്ലു എന്ന് പറയുന്ന ഒരു അനക്ഡോട്ട് പഠിക്കാനുണ്ട്. മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറി പഠിക്കാനുണ്ട്. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ മെൻഡിങ് വാൾ എന്ന് പറയുന്ന പോയം, അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന സ്റ്റോറി, ദ ആർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന 1 ആക്ട് പ്ലേ. ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നറിയോ? ഈ ഒന്നാമത്തെ യൂണിറ്റിന്റെ പൊതുവായിട്ടുള്ള ഒരു തീം നമ്മൾ മനസ്സിലാക്കണം. കാരണം ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടായിരിക്കും ജനറൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. സോ ഈ ഒന്നാമത്തെ യൂണിറ്റിന്റെ പൊതുവായ തീം എന്ന് പറയുന്നത് വുമൺ എംപവർമെന്റ് ആണ്. വുമൺ എംപവർമെന്റ് ആണ്. എംപവർമെന്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എംപവർമെന്റ്. ഓക്കെ. സോ ഇത് എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, വുമൺ എംപവർമെന്റ് കണക്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു റൈറ്റപ്പോ അല്ലെങ്കിൽ പാരഗ്രാഫ് റൈറ്റിംഗോ ഒക്കെ ചോദിക്കാം. ചിലപ്പോൾ ഡയറക്ട്ലി നമ്മുടെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടായിരിക്കില്ല, ചിലപ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. സോ അതിനെക്കുറിച്ച് നമുക്കൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ ഇത്രയാണ് നമുക്ക് ചാപ്റ്റേഴ്സ് വരുന്നത്. ഈ ചാപ്റ്റേഴ്സിന്റെ ലെങ്ത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ചില ചാപ്റ്റേഴ്സ് വളരെ ചെറുതാണ്. ഇപ്പോൾ ഈ പോയിംസ് ഒക്കെ നമ്മൾ ലെങ്ത്തിൽ വളരെ കുറവാണെന്നുണ്ടെങ്കിലും അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ചിലപ്പോൾ കടുകട്ടിയുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അപ്രിസിയേഷൻ നോട്ട് എഴുതിയിരുന്നു. പക്ഷെ +2ലേക്ക് വരുമ്പോൾ ഇവിടെ അപ്രിസിയേഷന്റെയും ഒരു കടമ്പ നമ്മൾ മുന്നിലേക്ക് കടന്നുകൊണ്ട് കമ്പാരിസൺ നോട്ട് എഴുതാറുണ്ട്. ഒരേ തീമിൽ വരുന്ന 2 പോയിംസിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അത് നമുക്ക് ഡിസ്കോഴ്സസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്രത്തോളം പഠിക്കണം എന്നുള്ളതും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എന്നിട്ട് എവിടെ നിന്നാണോ തുടങ്ങുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തുടങ്ങിയിട്ട് ഒന്ന് മറച്ചു നോക്കുക, ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കുക. എനിക്കറിയാം മക്കളെ, എല്ലാവരും ഒന്നും ഈ പരിപാടി ഇതിനോടകം ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ഒന്ന് കടന്നു പോവുക. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് തുടങ്ങിയിട്ട് എത്രയാണോ ഈ അവസാനത്തെ ചാപ്റ്റർ ഏതാ? ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന 1 ആക്ട് പ്ലേ ആണ്. അതുവരെ ഒന്ന് മറച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ആഴം എത്രയാന്നുള്ളത്. ഒന്നാമത്തെ പരിപാടി എത്രയേ ഉള്ളൂ, ആഴം മനസ്സിലാക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് ഇത്രയും ആഴം മൊത്തമായിട്ട് ഛർദ്ദിച്ചു വെക്കാൻ പറ്റൂല, ഓർത്തു വെക്കാൻ പറ്റൂല, മനസ്സിൽ വെക്കാൻ പറ്റൂല. അതിന്റെ പോയിന്റുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയോ? ചാപ്റ്ററുകളൊക്കെ ക്യാപ്സ്യൂളുകളായിട്ട് മാറ്റണം. ഞാൻ എല്ലാ ചാപ്റ്റർ സമ്മറിയിലും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാവധി അതിനെ കണ്ടൻസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ എത്രയോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് നോക്കിക്കോ, അതത്രയും നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല. വളരെ കുറഞ്ഞ സ്പെസിഫിക് ആയിട്ട് ചില ഏരിയാസിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യമായിട്ടുള്ളത് അതിനെ മാത്രം ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ മതി. അതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂളുകളാക്കുക എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന എല്ലാ ചാപ്റ്റർ സമ്മറിയിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ചാപ്റ്ററിന് വളരെ ആറ്റിച്ചുരുക്കിയിട്ടാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ തന്നെ ചില പോയിന്റുകൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകൾ മാത്രം ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്താൽ ഒരു ചാപ്റ്റർ ഒരു പേജിൽ കൂടുതൽ വരാൻ വേണ്ടി പോകുന്നില്ല.
സോ ഇത്രയും ചാപ്റ്ററുകൾ, ഒരു 7 ചാപ്റ്റർ പഠിക്കാനുണ്ടെങ്കിൽ ഒരു 7 പേജിന്റെ കണ്ടന്റ് മാത്രമേ നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പൊ ഒന്നാമത്തെ പരിപാടി കണ്ടൻസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണോ എക്സാമിന് ആവശ്യമായിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞു തരും, അതിനൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് നിങ്ങളുടെ കൈപ്പടയിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അത് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവുള്ളൂ. മനസ്സിൽ രജിസ്റ്റർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പോയിന്റുകൾ ഉത്തരമാക്കി എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കീ നോട്ട്സ് ഉണ്ടാക്കുക. ചാപ്റ്ററിന്റെ ക്യാപ്സ്യൂളുകൾ ഞാൻ തരും, ചുരുക്കിയിട്ട് ക്യാപ്സ്യൂളുകൾ ഞാൻ തരും. പക്ഷെ അതിൽ നിന്നും ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ കീ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പരിപാടി. മൂന്നാമതായിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? മൂന്നാമതായിട്ട് പോയിന്റ്സിന് നമ്മൾ സ്പെസിഫിക്കലി കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ചാപ്റ്റേഴ്സിന്റെ ആഴം പരപ്പൊക്കെ നമ്മൾ മനസ്സിലാക്കി, കണ്ടൻസ് ചെയ്തു, ചാപ്റ്ററിന്റെ കീ നോട്ട്സ് ഉണ്ടാക്കി. മൂന്നാമതായിട്ട് പോയിന്റ്സിന് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാരണം ചെറുതാണെന്നുണ്ടെങ്കിലും വില്ലനാണ്. പോയിന്റ്സിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നറിയോ? ലൈൻ ബൈ ലൈൻ മീനിങ്. നമ്മൾ സ്റ്റോറി പഠിക്കുന്ന പോലെ പോയിന്റ്സ് പഠിക്കരുത്. ഇതിന്റെ സമ്മറി പഠിച്ചോണ്ട് കാര്യമില്ല. ലൈൻ ബൈ ലൈൻ മീനിങ് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ 2 മാർക്കിനോ 4 മാർക്കിനോ ഈ ലൈനിന്റെ മീനിങ് എന്താ, ഇതുകൊണ്ട് എന്താ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കാറുണ്ട്, വില്ലൻ ആവാറുണ്ട്. അതുകൊണ്ട് ലൈൻ ബൈ ലൈൻ മീനിങ് നമുക്ക് ഏകദേശം മനസ്സിൽ വേണം. പിന്നെ സെൻട്രൽ തീമുകളിൽ നിന്ന്, അതായത് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മുടെ ഒരു പോയം എടുക്കാം, എനി വുമൻ എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചാണെങ്കിലും അതിന്റെ പൊതുവായ തീം എന്ന് പറയുന്നത് ഒരു വീടിനകത്ത്, ഒരു ഹൗസ് ഹോൾഡിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൻ ഓർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർ ദ ഇമ്പോർട്ടന്റ് റോൾ ഓഫ് എ മദർ എന്ന് പറയുന്നതാണ് അതിന്റെ ജനറൽ തീം എന്ന് പറയുന്നത്. ചിലപ്പോൾ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാതെ വളരെ ജനറൽ ആയിട്ട് ചിലപ്പോൾ ഒരു റൈറ്റപ്പ് ഒക്കെ ചോദിച്ചേക്കാം. അപ്പൊ അതിന്റെ സെൻട്രൽ തീമുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം, അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. പോയറ്റിക് ഡിവൈസുകൾ, ഇനി നമുക്ക് പഠിച്ചിട്ടുള്ള ഒരു പോയം ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, ഒരുവിധപ്പെട്ട എല്ലാ പോയറ്റിക് ഡിവൈസുകളെ കുറിച്ചും നമുക്കൊരു ധാരണ. മെറ്റഫർ ആയിക്കോട്ടെ, ഹൈപ്പർബല ആയിക്കോട്ടെ, പെർസോണിഫിക്കേഷൻ ആയിക്കോട്ടെ, സിമിലി ആയിക്കോട്ടെ, ഇങ്ങനെ വളരെ ജനറൽ ആയിട്ടുള്ള എല്ലാ പോയറ്റിക് ഡിവൈസുകളെ കുറിച്ചും, റൈമിംഗ് സ്കീം, അതുപോലെ തന്നെ പിന്നെന്താ വരുന്നത്, ഇത്രയൊക്കെയുള്ള മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ അതിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്രിസിയേഷനിലാണ് എഴുതുന്നത്. സോ പോയറ്റിക് ഡിവൈസ് ജനറലി നമ്മൾ അറിഞ്ഞിരിക്കണം. പെർസോണിഫിക്കേഷനും മെറ്റഫറും ഈ ഹൈപ്പർബലയും അതുപോലെ തന്നെ പിന്നെന്താ, ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത് എന്താണെന്നുള്ളതെങ്കിലും മനസ്സിലാക്കി വെക്കണം. അപ്രിസിയേഷൻ അറിയാലോ, നമ്മൾ 10ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ എഴുതാൻ തുടങ്ങിയ സാധനമാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ +1 വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പറ എന്ന് പറഞ്ഞിട്ട് അപ്രിസിയേഷൻ എഴുതിക്കൂടാ. കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് വേണം അപ്രിസിയേഷൻ എഴുതാൻ. ഇവിടെ നമ്മൾ +1 വരുമ്പോൾ പുതിയ ഒരു സാധനം പരിചയപ്പെടുന്നുണ്ട്, ദാറ്റ് ഈസ് കമ്പാരിസൺ. +1 എന്നല്ല, +2 വരുമ്പോൾ കമ്പാരിസൺ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരേ തീമിൽ വരുന്ന പോയമായിരിക്കും. എനി വുമൻ എന്ന് പറയുന്ന പോയത്തിന്റെ അതേ തീമിൽ വരുന്ന വേറെ ഒരു പോയമായിരിക്കും. സോ ഇതിനെ തമ്മിൽ എങ്ങനെ നമുക്കൊരു കമ്പാരിസൺ നോട്ട് എഴുതാം എന്നുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇതാണ് പോയംസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 ഡിസ്കോഴ്സുകളും ഫോർമാറ്റുകളും. ഡിസ്കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും കൂടെ പറയണം. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലെറ്റർ, നോട്ടീസ്, കോൺവെർസേഷൻ, റൈറ്റപ്പ്, പ്രൊഫൈൽ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കോഴ്സുകൾ എന്ന് പറയുന്നത്. ഡിസ്കോഴ്സുകൾക്ക് വളരെ റിജിഡ് ആയിട്ടുള്ള ഫോർമാറ്റുകൾ ഉള്ളതുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതാണ്, അത് നമുക്ക് തോന്നിയ പോലെ എഴുതാൻ വേണ്ടി പറ്റില്ല. ഡേറ്റ് എവിടെയും സിഗ്നേച്ചർ ഇവിടെയും ഇതെവിടെയും എന്നുള്ള പോലെ നമുക്ക് തോന്നിയ പോലെ എഴുതാൻ വേണ്ടി പറ്റില്ല. അതിനൊരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇനി സ്ട്രക്ചർ ഇല്ലാത്ത സാധനങ്ങളുണ്ട്. ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് വളരെ റിജിഡ് ആയിട്ടുള്ള പെട്ടി വരച്ച് അതിൻ്റെ ഉള്ളിൽ ഡേറ്റ് എഴുതി അതിന്റെ താഴെ സൈൻ ചെയ്തൊന്നും അല്ല എഴുതുന്നത്. പക്ഷെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്നുള്ളതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഫോർമാറ്റ് ഉള്ളത് നമ്മൾ പ്രത്യേകം പഠിക്കണം. ഫോർമാറ്റ് ഇല്ലാതെ സ്ട്രക്ചർ മാത്രം ഉള്ളതിനെ നമ്മൾ വേറെയും പഠിക്കണം. പിന്നെ ബാക്കിയൊക്കെ പ്രാക്ടീസ് ആണ്. അല്ലാതെ ഇതിന്റെ ഫോർമാറ്റ് മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഉത്തരങ്ങൾ ഇങ്ങനെ ഒഴുകി വരില്ല. അതിനുവേണ്ടി നമ്മുടെ മനസ്സിൽ കോണ്ടന്റ് വേണം. 2 ആ കോണ്ടന്റ് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അഞ്ചാമത്തെ കാര്യം, ഈ ഡിസ്കോഴ്സുകൾ ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചതായിരുന്നു, നിങ്ങളെ പേടിപ്പിക്കണ്ട. സോ ഇത്രയും ഇതിലൊരു 3/4 ഭാഗം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. എന്നാലും പറയാം, ഇതിലും എല്ലാം ഒന്നും നമ്മളോട് ചോദിക്കൊന്നുമില്ല. 18 ഡിസ്കോഴ്സുകൾ നമ്മളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ ഈ 18 ഡിസ്കോഴ്സുകളെ കുറിച്ചും നല്ലൊരു ധാരണ നമുക്ക് വേണം. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ വേണം, ഡിബേറ്റ്, പാനൽ ഡിസ്കഷൻ, ബ്ലർബ് റൈറ്റിംഗ് അറിയാലോ, നമ്മുടെ ബുക്കിന്റെ പുറത്തൊക്കെ വരുന്ന അതിനെ കുറിച്ചുള്ള ചെറിയ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. ആ പുസ്തകം എന്തിനെ കുറിച്ചാണ്, ആ പുസ്തകം എന്താ പറയുക, എന്ത് തീമിനെ കുറിച്ചുള്ളതാണ്, എന്തൊക്കെയാണ് അതിൽ സംസാരിക്കുന്നത്, എന്തൊക്കെ വിഷയങ്ങൾ അതിൽ വരുന്നു എന്നൊക്കെ പറയുന്ന വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു നോട്ടാണ് ബ്ലർബ് റൈറ്റിംഗ്. പുസ്തകത്തിന്റെ പുറകുവശത്ത്, ആ ചട്ടയുടെ പുറകുവശത്തുള്ള സ്പീച്ച്, നറേഷൻ അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അനൗൺസ്മെന്റ് ചോദിക്കാറുണ്ട്, ക്യാരക്ടർ സ്കെച്ച്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂ ക്വസ്റ്റ്യനർ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, ജോബ് അപ്ലിക്കേഷൻ, ബ്ലോഗിംഗ്,
ലെറ്റർ എന്തായാലും വരും. ഒരു ഫോർമൽ ലെറ്ററോ ഒരു ഇൻഫോർമൽ ലെറ്ററോ എന്തായാലും വന്നിരിക്കും. റൈറ്റപ്പ് ചോദിക്കാറുണ്ട്, ഇമെയിൽ, പ്രൊഫൈൽ, ന്യൂസ് റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന്റെ പുറത്തുനിന്നൊക്കെ 1% ചാൻസ് ഒക്കെ ഉള്ളൂ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള ചാൻസ്. അല്ലെങ്കിൽ നമുക്കൊരു 100% ഈ ഒരു പറഞ്ഞ ഡിസ്കോഴ്സിൽ നിന്ന് ഇതിലൊരു 80-90% നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ചിലപ്പോൾ ഈ ജോബ് അപ്ലിക്കേഷൻ, ബ്ലോഗിങ്, അതുപോലെ തന്നെ ബ്ലോഗ് റൈറ്റിംഗ് ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും, പാനൽ ഡിസ്കഷൻ അറിയാത്തവരുണ്ടാവും, ഡിബേറ്റ് അറിയാത്തവരുണ്ടാവും, അനൗൺസ്മെന്റ്സ് അറിയാത്തവരുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ പുതുതായിട്ട് പരിചയപ്പെട്ടത്. ഓക്കെ, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഗ്രാമർ നമുക്ക് ഈ എഡിറ്റിംഗിൽ തന്നെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. കാരണം എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ 1ാം ക്ലാസ് തൊട്ട് ഈ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള എല്ലാ ഗ്രാമറും ചിലപ്പോൾ അതിൽ വന്നേക്കാം. അതാണ് എഡിറ്റിംഗിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. സോ എഡിറ്റിംഗിൽ നിങ്ങളോട് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഏകദേശം പിടിച്ചു നിൽക്കാനുള്ള തന്ത്രവിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇഫ് ക്ലോസ് ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. ഇഫ് ക്ലോസിന്റെ ചെറിയ വകതിരിവുകൾ വരാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉള്ള ഇഫ് ക്ലോസ് തന്നെയാണോ എന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന സാധനങ്ങൾ വരാറുണ്ട്. അതൊന്ന്. റിപ്പോർട്ടഡ് സ്പീച്ച് മസ്റ്റ് ആണ്. നമുക്ക് അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ സോളിഡ് ആയ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ട സാധനമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇടയ്ക്ക് ചോദിക്കാറുള്ള സാധനമാണ് കൊഹീസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാമർ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസുകളെ കുറിച്ച് അറിയണം. ഹോമോണിംസ്, ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, ഓക്സിലറി വെർബ്, പ്രപ്പോസിഷൻ, പിന്നെ ടെൻസുകൾ, അഡ്ജക്റ്റീവ്സ്, ഇഫ് ക്ലോസ്, ഹാഡ് ബെറ്റർ, കൊഹീസീവ് ഡിവൈസുകൾ, അഡ്ജക്റ്റീവ്സ് ഒക്കെ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം ഫണ്ടമെന്റലി. 6ാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇത്രയും വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഡിസ്കോഴ്സുകൾ വരുന്നുണ്ട്, ഇത്രയും ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, അതിനെ നമ്മൾ കണ്ടൻസ് ചെയ്തു. ഇതൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒന്നും അവിടുന്ന് ഇവിടുന്ന് ഒന്നും ചോദിച്ച് നമ്മളെ കൺഫ്യൂസ് ആക്കാറില്ല. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, പ്രതീക്ഷിക്കാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെ മനസ്സിലാക്കലാണ് പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫോർമുലേറ്റഡ് ആൻസർ ഉണ്ടാക്കാം. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ, എല്ലാവരും ഇംഗ്ലീഷ് ഭയങ്കര എൻജോയ് ചെയ്ത് പഠിക്കുന്നവരൊന്നും അല്ല. നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കുറയൊന്നുമില്ല. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻജോയ് ചെയ്ത് പഠിക്കുന്നവർക്ക് അവർക്ക് നാച്ചുറലി ആൻസറുകൾ വരും. നമുക്ക് നാച്ചുറലി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫോർമുലേറ്റഡ് ആൻസറുകൾ ഉണ്ടാക്കാം. കാരണം കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിന് നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഫോർമുലേറ്റഡ് ആൻസർ കൊണ്ട് തള്ളാം. അത്രയേ ഉള്ളൂ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ. ഫുൾ മാർക്ക് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പരമാവധി മാർക്ക്, നിങ്ങളുടെ പരമാവധി ദി ബെസ്റ്റ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ കാഴ്ചവെക്കാൻ ഇത്രയും കാര്യങ്ങൾ മതി. ഓക്കെ, സോ ഇത് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തന്നൊരു ആകെത്തുക, നമ്മൾ എങ്ങനെ ഫസ്റ്റ് ടൈമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ മൊത്തത്തിലൊന്ന് ലഘൂകരിച്ച് പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇത് കണ്ടിട്ട് പേടിക്കണ്ട. ഇതിന് ഓരോന്നായിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യലാണ് പരിപാടി. നിങ്ങൾ ഈ ആഴം പരപ്പും മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതൊരു ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും. കുറേ ഉണ്ട് പഠിക്കാനുണ്ടെന്ന് തോന്നും. കുറെ ഒന്നും ഇല്ല പഠിക്കാൻ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. ഒന്ന് പൊടി തട്ടി എടുത്താൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങളാവും. നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളെ പോലെ ഒന്നീന്ന് പഠിക്കണ്ട, പൊടി തട്ടി എടുത്താൽ മതി. സോ പൊടി തട്ടലുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ, അടുത്ത ലൈവുകളിൽ കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.